പോച്ച തന്നെ അവന് വയറിന് അസുഖമുണ്ട്. വയറിന് അസുഖം വരെ പോച്ച തന്നെ ഉള്ളു. പോച്ച മണ്ണേ നമ്മളിപ്പം യൂട്യൂബിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഏതാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റോട് കൂടി, പ്രത്യേകിച്ച് ഞാൻ എൻ്റെ കാര്യമാണ്, പലരും കൂടുതൽ ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റോട് കൂടി കാണുന്നത് ഈ ജംഗിൾ സഫാരി വീഡിയോസാണ്. ഈ കാട്ടുമൃഗങ്ങളുടെ ഇടയിൽ കൂടെ ഒക്കെ വണ്ടിയെ പോകുന്നതൊക്കെ പലപ്പോഴും നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങളുടെ ഒക്കെ മസായി മാറായുടെ ഒക്കെ ഉള്ള വീഡിയോസൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരുന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമസ്കാരം, ഞാൻ ബിനീഷ് തോമസ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ തായ്ലൻഡ് ട്രിപ്പിലെ അവസാന ദിവസം നൈറ്റ് നമ്മൾ ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് കണ്ട കണക്ക് ബാങ്കോക്ക് സിറ്റിയിൽ അടിച്ചു പൊളിച്ചു. പിറ്റേ ദിവസം നമുക്ക് ഫ്ലൈറ്റാണ്, വൈകുന്നേരമാണ് ഫ്ലൈറ്റ്. ആ ഫ്ലൈറ്റ് പോകുന്നതിന് മുമ്പ് ഒരു ദിവസം നമുക്ക് ബാങ്കോക്ക് സിറ്റിയിൽ വളരെ സ്പെഷ്യലായിട്ടുള്ള 1-2 സ്ഥലങ്ങൾ കാണാനുണ്ട്. 1-2 സ്ഥലമല്ല, ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും സഫാരി പാർക്കാണ്. സഫാരി പാർക്കും അതിനോടൊപ്പം മറൈൻ പാർക്കും ഉണ്ട്. ഇത് രണ്ട്, സഫാരി വേൾഡ് ആൻഡ് മറൈൻ പാർക്കാണ്. ഇത് രണ്ടും ഉണ്ട്. അപ്പോൾ സഫാരി വേൾഡിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ചെല്ലുന്ന വണ്ടിക്കകത്ത് തന്നെ ഈ സഫാരി വേൾഡിലൂടെ നമ്മളെ കറക്കി ഒരു 1/4 മണിക്കൂർ മറ്റു സ്ഥലത്തൂടെ കൊണ്ടുവരും. ധാരാളം കാട്ടുമൃഗങ്ങൾക്കിടയിൽ കൂടെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വനം അവിടെ നിർമ്മിച്ചിരിക്കുവാണ്. മൃഗങ്ങളെയൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഏറ്റവും അപകടകാരികളായ മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. എൻ്റെ ലൈഫിൽ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. അപ്പം ആ വീഡിയോ കാണാനായിട്ടാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക. തീർച്ചയായിട്ടും അടിപൊളി വീഡിയോ ആയിരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഹലോ ഗെയ്സ്, ഇന്ന് ഞങ്ങൾ പുതിയ ഹോട്ടലിലാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞങ്ങൾക്കുള്ള ഫുഡുകളൊക്കെ എടുത്ത് ഞങ്ങൾ വെച്ച് കഴിക്കാൻ തുടങ്ങിയിരിക്കുവാണ്. അപ്പോൾ എല്ലാവരും സൂപ്പാണ് ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു സൂപ്പ് കിട്ടി. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സോസേജും കുറച്ച് എഗ്ഗും ഒക്കെ എടുത്തു. ശ്രീതളീനും കുറച്ച് എഗ്ഗൊക്കെ എടുത്തിട്ടുണ്ട്. നന്ദുള്ളിനാണെങ്കിൽ കുറച്ച് റൈസും കാര്യങ്ങളും ഒക്കെ എടുത്തു. അപ്പോൾ എന്തെല്ലാം സാധനങ്ങളുണ്ടെന്ന് നിങ്ങൾ കണ്ടോ. നല്ല ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഗ്രിൽഡ് വെജിറ്റബിൾസ് ഉണ്ട്, റൈസ് 1-2 ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ നൂഡിൽസ് ഉണ്ട്, നല്ല സൂപ്പ് തന്നെ 2 തരമുണ്ട്. ബോയിൽഡ് എഗ് ഉണ്ട്, ഓംലെറ്റ് ഉണ്ട്, സോസേജ് ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, അതിന് പറ്റിയ കുറേ തരം ഡിഷസ് ഉണ്ട്. ചിക്കൻ്റെ തന്നെ 2-3 ഡിഷസ് ഉണ്ട് ഇതിൽ. അതിനോടൊപ്പം ബ്രെഡ് സ്റ്റേഷനിലാണ് ഇഷ്ടംപോലെ ബ്രെഡ്, ടോസ്റ്റഡ് ബ്രെഡ്, ബട്ടർ, അതുപോലെ തന്നെ 2-3 തരത്തിലുള്ള ബ്രെഡുകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ ജ്യൂസിൻ്റെ കോർണറുണ്ട്, കട്ട് ഫ്രൂട്ട്സ്, സലാഡ്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും. നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അതപ്പോൾ നമ്മൾ ബാങ്കോക്ക് സിറ്റിയിൽ വന്ന് താമസിക്കുവാണ്. അപ്പോൾ ഇവിടെ നിന്ന് വേണമല്ലോ നമുക്കിന്ന് പോകാനായിട്ട്. ഇന്ന് നമുക്ക് 2-3 പ്രധാനപ്പെട്ട വിസിറ്റുകളുണ്ട്. അതിനുവേണ്ടി പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കണ്ടില്ലേ, ഈ ചായ കാപ്പി സ്റ്റേഷൻ തന്നെ ഇത്രയും ഹെവിയാണ്. ഇത്രയും സാധനങ്ങൾ അവിടെ ഉണ്ട്. ഇന്നലെ രാത്രി ഉറക്കമൊന്നും കാര്യമായിട്ട് നടന്നില്ല. ടൗണിൽ കൂടെ മുഴുവൻ സിറ്റി കൂടെ കറങ്ങി നടന്നു. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞ് ഉടനെ തന്നെ റെഡിയായി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുവാണ് പോകാൻ വേണ്ടിയിട്ട്. ഇത് ഒരു വിദേശി വരുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ടുപോകാനായിട്ടുള്ള ഡ്രൈവർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. പുള്ളി ഡിക്കിയെല്ലാം തുറന്ന് റെഡി ആയിരിക്കുകയാണ്. ഇസുസുവിൻ്റെ ഒരു അടിപൊളി SUV ആണ്. ഇസുസുവിൻ്റെ വണ്ടികൾ പൊതുവേ നമ്മുടെ നാട്ടിൽ കുറവാണല്ലോ. നമ്മുടെ ഇവിടെ പിക്കപ്പ് പോലത്തെ ലോഡൊക്കെ എടുക്കാൻ പോകുന്ന വണ്ടികളാണ് ഇസുസിൻ്റെ. ഇത് നല്ല കിഡിലിനൊരു SUV വണ്ടിയാണ്. ഇതിലോട്ടാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞങ്ങളുടെ സാധനങ്ങളെല്ലാം ഡിക്കിൽ വെച്ച് ഞങ്ങൾ വണ്ടിക്കകത്ത് കയറി. വണ്ടി നമ്മുടെ ബാങ്കോക്ക് നഗരത്തിൽ കൂടെ യാത്രയാകുവാണ്. ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു വിസിറ്റിന് വേണ്ടി പോവുകയാണ്. ഞാനും കഴിഞ്ഞ പ്രാവശ്യം തായ്ലൻഡ് വന്നപ്പോൾ എനിക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അത് അവിടുത്തെ നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തി. ആദ്യം നമ്മൾ പോകുന്ന സഫാരി വേൾഡിലാണ്. നമ്മൾ ആഫ്രിക്കൻ വീഡിയോസിലൊക്കെ കാടിനുള്ളിൽ കൂടെ മൃഗങ്ങൾക്കിടയിൽ കൂടെ നമ്മുടെ വിസിറ്റേഴ്സൊക്കെ, പ്രത്യേകിച്ച് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വീഡിയോസിലൊക്കെയാണ് ഇങ്ങനെ മൃഗങ്ങൾക്കിടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ വണ്ടിയിൽ പോകുന്ന കണ്ടുണ്ട്. അതുപോലൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് പതിയെ സഫാരി വേൾഡിലേക്ക് കയറി. നമ്മൾ നമ്മുടെ കാറിൽ തന്നെ ഇരുന്നാൽ മതി. ആ കാറിൽ നമുക്ക് സഫാരി വേൾഡിനകത്തൂടെ മുഴുവൻ കറങ്ങി നമുക്ക് പുറത്തേക്ക് വരാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഭാഗത്ത് കയറിയപ്പോൾ കൂടുതലും പക്ഷികളാണ്. മുഴുവൻ ഒരു നമ്മുടെ നാട്ടിൽ ഈ പാടത്ത് വന്നിരിക്കുന്നതാണെങ്കിൽ ഇങ്ങനെ പക്ഷികൾ നിറഞ്ഞിരിക്കുകയാണ്. അത് പല തരത്തിലുള്ള പല വലുപ്പത്തിലുള്ള പക്ഷികളുണ്ട്. ഇത് വലിയ പക്ഷികളെ നമുക്ക് കാണാം, ചെറിയ പക്ഷികളെ നമുക്ക് കാണാം. നമ്മുടെ ഇവിടെ പറവയെന്നും കൊക്കെന്നും മുണ്ടിയെന്നും ഒക്കെ പറയുന്ന തരത്തിലുള്ള പക്ഷികളാണ്. പക്ഷേ അതല്ല, അതുമായിട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പക്ഷികൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശത്തൂടെ നമ്മുടെ വണ്ടി ഇങ്ങനെ മുന്നോട്ട് നീങ്ങി. വിശാലമായിട്ട് ഇങ്ങനെ താഴ്വര പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇതൊരു സിറ്റിക്കുള്ളിലാണ് ഇങ്ങനെ ഒരു
ആവാസ വ്യവസ്ഥ ഇവർ നിർമ്മിച്ചെടുത്തിരിക്കുന്നത് നമ്മൾ ഓർക്കണം. ലോകത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട സിറ്റികളിലൊന്നാണല്ലോ ബാങ്കോക്ക് സിറ്റി. വളരെ തിരക്കുള്ള ഒരു സിറ്റിക്കുള്ളിൽ ഇങ്ങനെ മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ആവാസ വ്യവസ്ഥ ഇവർ സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ്. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കുറച്ച് വാട്ടർ ബോഡീസും അതിനകത്തും വിവിധ തരത്തിലുള്ള പക്ഷികളും നമുക്ക് സീബ്രയെ കാണാൻ പറ്റും. നമ്മുടെ വണ്ടിക്കകത്ത് തന്നെയാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഓരോ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വണ്ടിയുടെ ഗ്ലാസ് തുറക്കല്, പുറത്തേക്ക് ഇറങ്ങരുത്, നിർത്തരുത്, ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സീബ്രയൊക്കെ അടിപൊളി, നല്ല രസമുണ്ട് സീബ്രയെ കാണാൻ. നമ്മൾ നേരിട്ട് നമ്മുടെ സൂവിലൊക്കെ കൂടിനകത്ത് കിടക്കുന്ന കണ്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കുന്ന സീബ്രയൊക്കെ നമ്മൾ ഇപ്പോഴാണല്ലോ കാണുന്നത്. അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സീബ്രയുടെ ഒരു ഏരിയ കഴിഞ്ഞു. വെള്ളമുള്ള സ്ഥലങ്ങളും വെള്ളമില്ലാത്ത സ്ഥലങ്ങളും അവിടെയൊക്കെ പക്ഷികൾ ഇഷ്ടംപോലെ വേറെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിൽ ഇവരിത് നിർമ്മിച്ചെടുത്തിരിക്കുകയാണ്. പക്ഷികൾ ഇത് പറന്നു പോകാതിരിക്കണമല്ലോ, ഇവിടെ തന്നെ ഇവർ നിൽക്കണമല്ലോ. കാര്യം പക്ഷിയാകുമ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും ഇത് പറന്നു പോകാമല്ലോ. ഇതിൻ്റെയൊക്കെ എന്താണ് ഇതിൻ്റെ ടെക്നിക്കെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഇതിന് കൃത്യമായിട്ട് ഭക്ഷണം ഇവർ കൊടുക്കുന്നതുകൊണ്ടായിരിക്കും ഇതെങ്ങും പോകാതെ ഇവിടെ തന്നെ സ്റ്റാൻഡ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ മുന്നോട്ട് നീങ്ങി വീണ്ടും വിവിധ തരത്തിലുള്ള പക്ഷികൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുളങ്ങളുണ്ടാക്കി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പക്ഷികൾക്ക് കയറിയിരിക്കാനായിട്ട് ചെറിയ കണ്ടൽ കാടുകൾ പോലെ ഈ കുളങ്ങളുടെ നടുവിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇതിനുള്ളിലൊക്കെ ചിലപ്പോൾ മീനുകളൊക്കെ കാണും ഈ ഭക്ഷിക്കാനായിട്ട് ഫുഡായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വണ്ടികൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി മാത്രമല്ല, നമ്മൾ ക്യൂ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പുറയിൽ നിന്നാണ് നമ്മുടെ വണ്ടി. അടുത്ത പ്രദേശത്തേക്ക് ചെന്നപ്പോൾ നമുക്ക് അത് കണ്ടില്ലേ, കാണ്ടാമൃഗത്തിനെ കാണാൻ പറ്റുന്നുണ്ട്. അവരവിടെ നല്ല റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് കാട്ടിലെ തന്നെ മൃഗങ്ങൾ ധാരാളമുണ്ട്. നമ്മൾക്ക് അറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള മൃഗങ്ങളൊക്കെ ഉണ്ട്. അപ്പം അറിയാവുന്നതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് പറയാം. അറിയാൻ മേലാത്തത് എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഇനി മാനുകൾ തന്നെ പൊതുവെ വിവിധ തരത്തിലുണ്ടല്ലോ. നമുക്കറിയാം, നമ്മുടെ ഇവിടെ തന്നെ ഞാനൊരു ഡിയർ പാർക്കിലൊക്കെ പോയിട്ടുണ്ട്, നമ്മുടെ കൊല്ലം തെന്മലയിൽ. അവിടെ 3 തരത്തിലുള്ള മാനുകളാണ്. ഈ മ്ലാവെന്ന് പറയുന്നത് ഒരു തരം മാനാണ്. പിന്നെ പുള്ളിമാനുണ്ട്, അതുകൂടാതെ മറ്റൊരു മാനുണ്ട്. പിന്നെ കൂരൻ എന്ന് പറഞ്ഞ് വളരെ ചെറിയ മാൻ വർഗ്ഗത്തിൽപ്പെട്ട ഒരു മൃഗമുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള മാനുകൾ നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാൻ മേലാത്ത മാനുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മാനുകളെ കണ്ടുപോകുമ്പോൾ ഇത് കണ്ടില്ലേ, ഒരു മരത്തിൻ്റെ മുകളിൽ എനിക്ക് തോന്നുന്നു സൃഷ്ടിച്ചെടുത്ത ആവാസ വ്യവസ്ഥയാണോ പക്ഷികൾ തന്നെത്താൻ നിർമ്മിച്ചതാണോ എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇതൊരു രസകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. നമ്മൾ കാട്ടിൽ കൂടെ പോകുന്ന ഒരു ഫീല് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മുടെ ഓസ്ട്രിച്ച് ഒട്ടകപ്പക്ഷിയാണെന്ന് തോന്നുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഏരിയ ഉണ്ട്. ഇതൊന്നും ആ ഏരിയ വിട്ട് മറ്റു ഏരിയകളിലേക്ക് കടന്നു പോകുന്നില്ലെന്നുള്ളത് ഒരു അത്ഭുതമാണ്. അതായത് ഈ മൃഗങ്ങളല്ലേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുകയും ഇരപിടിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്കറിയാമല്ലോ. പക്ഷേ അതൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. മാനുകൾ ധാരാളമുണ്ട്, വിവിധ തരത്തിലുള്ള മാനുകളുണ്ട്. ആ മാനുകൾക്ക് വേണ്ടിയിട്ടൊരു വലിയ പ്രദേശം തന്നെ അവിടെ ഉണ്ട്. അങ്ങനെ മാനുകളെയൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, പലതരത്തിലുള്ള മാനുകൾ. ഇതൊക്കെ ഏതൊക്കെ മാനുകളാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരിക. മാനുകളുടെ ഇടയിൽ പക്ഷികളെ നമുക്ക് കാണാൻ പറ്റി. ഇതൊക്കെ വളരെ സൗഹൃദത്തിൽ പോകുന്ന മൃഗങ്ങളാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ അടുത്ത പ്രദേശത്തേക്ക് എത്തി. പക്ഷികൾ പിന്നെയും അവിടെ എല്ലാം കൂട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഏക്കർ കണക്കിന് സ്ഥലമായിരിക്കും ഈ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ കണ്ട മൃഗം ഇതാണ്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം. നമ്മുടെ നാട്ടിൽ പശുവിനെ പോലൊക്കെ തന്നെ ഇരിക്കും, പക്ഷേ ഇതിൻ്റെ കൊമ്പുകൾ വളരെ വലിയ കൊമ്പുകളാണ്. കാട്ടിൽ ഇനിയും പ്രത്യേകം പശുക്കൾ വല്ലതും ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. നോക്കിക്കേ, ഇതെന്ത് തരം മൃഗങ്ങളാണെന്ന് അറിയാവുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ചിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം. അടുത്തതായിട്ട് നമ്മൾ അതിൻ്റെ തന്നെ കൂട്ടം തെറ്റിക്കിടക്കുന്ന ഒരു പശുവാണെന്ന് തോന്നിയത്. അപ്പോൾ എന്തായാലും അടുത്തതിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് സിംഹം ഇവിടെ ഉണ്ടെന്നുള്ളൊരു ബോർഡ് കിട്ടി. അവിടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിംഹത്തിനെ കാണാനായിട്ടുള്ള ഭാഗ്യം ലഭിക്കും. യെസ്, വേണ്ട സിംഹമൊക്കെ ഫുഡ് അടിച്ച് എനിക്ക് ഒന്ന് റെസ്റ്റ് എടുക്കുവാന്ന് തോന്നുന്നു. എല്ലാം നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാണ്. ഇതൊക്കെ ആക്റ്റീവ് ആകുന്ന സമയം ഏതാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഇങ്ങനൊരു സംഭവം മനുഷ്യരിങ്ങനെ വന്ന് വിസിറ്റ് ചെയ്ത് പോകുന്ന ആയതുകൊണ്ട് തന്നെ മനുഷ്യരെ ഇത് ആക്രമിക്കാതിരിക്കാനായിട്ട് ചിലപ്പോൾ കറക്റ്റ് യഥാസമയങ്ങളിൽ കൃത്യമായിട്ട് ഫുഡുകളൊക്കെ കൊടുക്കുമായിരിക്കും. ഇതിന് ഫുഡിന് വേണ്ടി അലഞ്ഞു ഇറക്കേണ്ട കാര്യമോ വിശപ്പോ ഒന്നും കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കുക, വിശ്രമിക്കുക, ഇതായിരിക്കും ഇതിൻ്റെ പരിപാടി. അങ്ങനെ സിംഹങ്ങളെ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് കണ്ടു. ഇത്ര അടുത്ത് നമ്മൾ സിംഹങ്ങളെ ഇതുപോലെ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ കടുവ, ടൈഗർ ഏരിയയിലേക്ക് ചെന്നു. അതിൻ്റെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ ഇലക്ട്രിക് ഗേറ്റ് വെച്ച് നമ്മളെ ഇത് പ്രത്യേകം ഈ മൃഗങ്ങളെ സംരക്ഷിച്ചിരിക്കുകയാണ്. നോക്കി, അതിനിടയിൽ കൂടെ ഒരു കടുവ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ടോ. ഇഷ്ടം പോലെ ഉണ്ട് കടുവകൾ. 1, 2 അല്ല, 1, 2, 5, 10 ഒന്നുമില്ല, ധാരാളം കടുവകളുണ്ട്. കണ്ടില്ലേ, ഒരെണ്ണം കിടന്നുറങ്ങുന്നു, ഒരെണ്ണം വെള്ളത്തിലിറങ്ങി കിടക്കുന്നു, വേറൊരെണ്ണം 2 തേണ്ട കിടക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള മൃഗങ്ങളുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകം അവരുടെ ഒരു വാഹനത്തിൽ അവരുടെ ഒരു സ്റ്റാഫ് പ്രത്യേകം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വാഹനം കിടക്കുന്നുണ്ട് അതിൻ്റെ സൈഡിൽ മറ്റൊരു കടുവയെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. മറ്റ് 2-3 കടുവകൾ. നോക്കിക്കേ, ഇത് 1, 2 ഒന്നും അല്ല, ഇഷ്ടം പോലെ ഉണ്ട്.
പുല്ല് വരെ തിന്നുന്നുണ്ടോ, ഒന്ന് വിശന്നിട്ടാണോ അതോ കോമഡിക്ക് പുല്ല് തിന്നുവാണെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. നമുക്ക് എല്ലാവർക്കും പോയി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു വർത്താണ് സംഭവം. അത് കഴിഞ്ഞ് മാനുകൾ വന്നു. മാനുകൾ ധാരാളം ഉണ്ട്. അപ്പോൾ ഈ സിംഹത്തിൻ്റെയും കടുവയുടെയും പ്രദേശം ഇലക്ട്രിക് ആയിട്ടുള്ള വേലി കെട്ടി അത് അവർക്ക് സ്വിച്ച് വഴി നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ സംരക്ഷിച്ചിരിക്കുകയാണ്. അത് ഏത് സമയം എന്തെങ്കിലും ഇതിൻ്റെ ഭാഗത്തു നിന്ന് അക്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടായി എനിക്ക് തോന്നുന്നു അത് ആ ഇലക്ട്രിക് ഗേറ്റ് ക്ലോസ് ചെയ്തതിനെ ആ ഒരു പ്രദേശത്താക്കി മാത്രം സംരക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൃഗങ്ങളൊന്നും തീരുന്നില്ല. വീണ്ടും വീണ്ടും അടുത്ത കനേഡിയൻ ബിയറാണ് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള കരടികളാണെന്ന് തോന്നുന്നു. കരടികളെ കുറിച്ചിട്ട് നമുക്ക് കൃത്യധാരണയില്ല. ഏറ്റവും അപകടകാരികളായിട്ടുള്ള മൃഗങ്ങളിലൊന്നാണ് കരടികൾ. കണ്ടില്ലേ, അവരൊക്കെ റെസ്റ്റ് എടുക്കുവാണ്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ അടുത്ത് പക്ഷികളൊക്കെ പോയി നിൽപ്പുണ്ട്. ഇവന്മാരൊന്നും ചെയ്യുന്നൊന്നുമില്ല എന്തായാലും. അങ്ങനെ നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കുറേ സമയം നമുക്കൊരു 1/4 മണിക്കൂർ നേരം കാണാൻ പറ്റുന്ന ഒരു കാഴ്ചകളാണ്. മറ്റു മൃഗങ്ങളുമൊക്കെ ഇങ്ങനെ ഉണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഈ മൃഗങ്ങളെക്കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഈ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനെക്കുറിച്ച് നമുക്ക് പതിയെയാണ് വണ്ടികൾ നീങ്ങുന്നത്. കാര്യം നമ്മൾ മാത്രമല്ലല്ലോ, മുന്നേ നമ്മുടെ മുൻപിൽ മറ്റു വണ്ടികൾ നീങ്ങുന്ന അനുസരിച്ചിട്ട് വേണം നമുക്ക് നീങ്ങാൻ. ഓവർടേക്ക് ചെയ്ത് പോകാനും മാത്രമുള്ള വലിയ റോഡൊന്നും അല്ല. അപ്പോൾ ഒരു വഴി കൂടെ കയറിയാൽ മറ്റൊരു വഴി കൂടെ തിരിച്ചിറങ്ങുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം കാഴ്ചകൾ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട്